ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് മാഗി ഓംലേറ്റിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് മാഗിയും എഗ്ഗുമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 മുട്ടയും ഒരു പാക്കറ്റ് മാഗിയുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന മാതിരി വെള്ളം തിളപ്പിച്ചതിന് ശേഷം നൂഡിൽസ് ഇട്ട് മസാലയും ഒക്കെ ഇട്ട് റെഡിയാക്കി വെള്ളം പറ്റിച്ച് അത് നമ്മൾ മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആ 3 എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ആണെങ്കിലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സബോള ഒന്ന് കുത്തിയരിഞ്ഞിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് ബട്ടർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതാ ഇതുപോലെ മുട്ട ബീറ്റ് ചെയ്തത് ഇങ്ങനെ പാൻ്റെ അകത്ത് ചുറ്റും ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കിത് ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനിനി അടുത്ത ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എല്ലാം ചേർക്കുകയാണ്. ആദ്യം നമുക്ക് ചേർക്കാനുള്ളത് സബോള കൊത്തിയരിഞ്ഞത് കുറേശ്ശെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ പച്ചമുളകും ഒരു 5-6 എണ്ണം, നമുക്കിതെല്ലാം നമ്മുടെ എഗ്ഗിൻ്റെ കൂടത്തിൽ ഇട്ട് ബീറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഞാനിതിപ്പോൾ ഇതൊന്ന് കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് തക്കാളി ഇതുപോലെ തന്നെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് അതും, പിന്നെ ശകലം ക്യാപ്സിക്കും. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നമ്മൾ ഇതിന് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ നൂഡിൽസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്കിതിൽ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, അങ്ങനെയുള്ള ആ ഒരു ശകലിച്ച എല്ലാ കാര്യങ്ങളും, കുരുമുളക് പൊടി, അങ്ങനെ എല്ലാം കുറേശ്ശെയായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മുകളിലേക്ക് ഇടുന്നത് ഞാൻ കുറച്ച് ചിക്കൻ ഞാനിതുപോലെ വേവിച്ച് ചെറിയ പീസാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിതും ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിന് ശേഷം ചീസ് ഇട്ടിട്ട് കുറച്ചുകൂടെ നൂഡിൽസ് കുറച്ചുകൂടെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ചീസും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലാസ്റ്റ് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് എല്ലാം ഒന്ന് മെൽറ്റാകാനായിട്ടൊന്ന് വയ്ക്കാം. നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരണമല്ലോ, അതിന് വേണ്ടി ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ നമ്മുടെ മാഗി ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു സൈഡിൽ നിന്ന് ഒന്ന് മടക്കി ഒന്ന് വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ചീസെല്ലാം മെൽറ്റായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.